ഓതൻറ്റിക്കേഷൻ ഓതറൈസേഷൻ എന്താണെന്ന് മനസ്സിലായോ? അത് രണ്ടും ഭയങ്കര സിമ്പിൾ കൺസെപ്റ്റ്സ് ആട്ടോ. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറെ മനസ്സിലാക്കുക. ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയ യൂസറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും തീരുമാനിക്കുക. ബേസിക്കലി യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, എന്നിട്ടൊരു ഒ ടി പി വരിക, പിന്നെ ക്യാപ്ച നമ്മൾ കറക്റ്റ് ആക്കുക. ഇതൊക്കെ ഒരു ഒതൻറ്റിക്കേഷൻ്റെ പ്രോസസ്സിൽ വരണതാണ്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു, ലോഗിൻ ചെയ്തു. ഫസ്റ്റ് എന്നിട്ട് നമ്മൾ അവിടെ അവർ ചോദിക്കും, ഇത് ഈ യൂസർ നെയിം പാസ്വേഡും സേവ് ചെയ്യണോ അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം അത് യൂസർ നെയിം പാസ്വേഡും ചോദിക്കില്ല. പിന്നെ ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മനസ്സിലാക്കിയ യൂസറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതാണ് ഓതറൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ഏതൊക്കെ ഒന്നുകൂടി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു കമ്പനിയിലൊരു സി ആർ എം, ഇപ്പോൾ നമ്മൾ കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അവിടുത്തെ ഒരു സി ആർ എം ഒരു ആക്സസ് ഉണ്ടാവും. എന്നിട്ട് അതിനൊരു യൂസർ നെയിം പാസ്വേഡും അവർ നമുക്ക് അലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണ തന്നെയാണ് ഒതൻറ്റിക്കേഷൻ എന്ന് പറയുക. എന്നിട്ട് ഒതൻറ്റിക്കേഷൻ ചെയ്തതിന് ശേഷം, ഒതൻറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ മോഡ്യൂൾസ് നമുക്ക് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എച്ച് ആർ മോഡ്യൂളായിരിക്കും, ചിലപ്പോൾ പേയ്മെൻറ്റ് മോഡ്യൂളായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് മോഡ്യൂൾസ് ചിലപ്പോൾ എനിക്ക് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ മാനേജർക്ക് ചിലപ്പോൾ വേറെ അറ്റൻഡൻസ് മോഡ്യൂളും, പിന്നെ എച്ച് ആർ മോഡ്യൂള്, പിന്നെ പേയ്മെൻറ്റ്, അങ്ങനെ അങ്ങനെ പല 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 വേറെ മോഡ്യൂൾസ് അലൊക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മുടെ റോളിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിക്കുന്നതിനാണ് ഓത്തറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഓതൻറ്റിക്കേഷനാണോ ഓത്തറൈസേഷനാണോ ഫസ്റ്റ് നടക്കേണ്ടത്? അത് സിമ്പിളാണ്. ഓതൻറ്റിക്കേഷൻ നടക്കുക, എന്നിട്ട് അതിന് ശേഷം ഓതറൈസ് ചെയ്യുക. ഓതൻറ്റിക്കേഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഓതറൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ യൂസർ നെയിം പാസ്വേഡും തെറ്റാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിനാണ് ഓതൻറ്റിക്കേഷൻ ഫസ്റ്റ് നടക്കണം, പിന്നെ അതിന് ശേഷം മാത്രം ഓതറൈസേഷൻ നടക്കാൻ പാടുള്ളൂ. ഇനി ഓതൻറ്റിക്കേഷനിൽ തന്നെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്, അതായത് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. ഇത് പല രീതിയിൽ നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക. അപ്പോൾ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്തു, എന്നിട്ട് അതിന് ശേഷം ചിലപ്പോൾ നമുക്കൊരു ഒ ടി പി വരും. ഒ ടി പി വന്നതിന് ശേഷം നമ്മൾ ഒ ടി പി എൻ്റർ ചെയ്യുക. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ ചിലപ്പോൾ ഉള്ളിലേക്ക്, അതായത് ലോഗിൻ ആയിട്ടുണ്ട് എന്ന് കൺഫേം ആക്കുക. എന്നിട്ടായിരിക്കും ഓത്തറൈസേഷൻ നടക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. പല പല രീതിയിൽ ഓതൻറ്റിക്കേഷൻ നടക്കുക.